സോ ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു പ്രോ പ്ലെയർ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ് സുഹൃത്തുക്കളെ കളിക്കാൻ പോണേ. അപ്പോൾ എന്താണ് ഗൈസ് പറയുക, ഷിൻജാനാണെങ്കിൽ മറ്റേ ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റിയിലാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നേരെ ചാനലിൽ കയറി അടിച്ച് കയറി കാണുക ഗൈസ്. ഓക്കെ, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്നിങ്ങനെ ഒയിങ് ഒയിങ് എന്ന് പറഞ്ഞ് നീന്താണ് ഗൈസ്. നമ്മളെ ടോമാണെങ്കിൽ ഒരു മിഷനും തരണില്ല. എൻ്റെ കയ്യിൽ ഈ ഒരു തീട്ടക്കാറുണ്ട്, ഏത് സ്വിഫ്റ്റും പിന്നെ ഒരു യമഹ R5 R50 അങ്ങനെ എന്തോ ആണ്. ഓക്കെ, എന്തായാലും നമ്മൾ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ടോമിൻ്റെ വീട്ടു വഴി ഒന്ന് പോയി നോക്കാം. ഓക്കെ, സോ ഗയ്സ്, നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ബൈക്ക് എടുത്തിട്ട് പോകണോ ബൈക്ക് എടുത്തിട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ നേരെ ടോമിൻ്റെ വീട്ടിലോട്ടാണ് കത്തിച്ചങ്ങോട്ട് വിടുകയാണ്. ഓക്കെ, പിന്നെ എന്ത് പറയാനാണ് ഗേസ്, വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത് ഗേസ്. പ്ലീസ്, കുറേ വട്ടായി കഴിച്ചത് ഈ കാണുന്ന വ്യൂവേഴ്സെങ്കിലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ. ഏകദേശം ടോമിൻ്റെ വീട്ടിലെത്താറായി. ഓയ് ആരടാ നീ? ഞാൻ മനീഷാണ്. ഓക്കെ, നമ്മുടെ ടോമിൻ്റെ വീട് ഇവിടെ എത്താറായി. ഓക്കെ, അതാണ് ടോമിൻ്റെ വീട്. സോ നമ്മൾ ടോമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ടോം വീട്ടിലുണ്ടാ എന്തോ? ടോമേടായി, ടോമേ എന്തറ കിടന്ന് കയറണേ? ഇത് ഞാനാണ്. എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എടാ, വലിയ മിഷൻസ് ഉണ്ടാടാ ചെയ്യാൻ. ഒരെണ്ണം ഉണ്ട്. നീ പോലീസ് സ്റ്റേഷനിൽ പോ. അതിൻ്റെ മുകളിലൊരു ഹെലികോപ്റ്റർ ഉണ്ട്, അത് നീ അടിച്ചോണ്ട് വാ. പോലീസ് ഹെലികോപ്റ്ററാ? ഇതൊക്കെ എന്ത്? നീ വെയിറ്റ് ചെയ്ത്, ഞാൻ ഇപ്പം വരാം. ഓക്കേടാ, ശരി. സോ ഗൈസ്, നമുക്കങ്ങനെ ഒരു മിഷൻസൊക്കെ കിട്ടി. എന്തോ ഒരു ലക്ക്. ഓക്കെ, അതുകൊണ്ട് പൈസ കൊണ്ടിട്ടൊരു പുതിയ കാറ് വാങ്ങും ഗൈസ്. അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് നടക്കാം, അതാണ് സുഖം. പോലീസ് സ്റ്റേഷനിൽ ഹെലികോപ്റ്റർ അടിച്ചോണ്ട് എന്താ വട്ടാ? സോ ഗൈസ്, എൻ്റെ പേരറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഫ്രാങ്ക്ലിൻ എന്നായിരിക്കും കമൻറ്റ് ചെയ്യുക. ബട്ട് അല്ല ഗൈസ്, എൻ്റെ പേരാണ് വെക്ടർ. എല്ലാവരും ഫ്രാങ്ക്ലിൻ എന്നിടുമ്പം ഞാൻ ഒരു വെറൈറ്റി പേരുണ്ട്. എൻ്റെ പേര് വെക്ടർ എന്നും വിളിക്കും, വിക്ടർ എന്നും വിളിക്കും, വെക്ടർ എന്നും വിളിക്കും. ഓക്കെ, ഇതിൻ്റെ മണ്ടയിൽ നോക്കട്ടെ ഗൈസ്, 1 മിനിറ്റ്. സോ ഗൈസ്, നമുക്ക് എന്തെങ്കിലും നോക്കി നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഓക്കെ ഗൈസ്, അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ഗൈസ്. അവിടെ എന്താണ്, എന്തോ ഒരു സംഭവം കാണില്ല. ഗൂയ്സ്, അതൊരു ജെറ്റ് പാക്ക് അല്ലേ? ആരെങ്കിലും കണ്ടാവോ എന്തോ? ഓക്കെ ഗൈസ്, അതൊരു ജെറ്റ് പാക്കാണ്. ബട്ട് ആരോ മോട്ടിക്കാൻ കയറിയപ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. എന്തായാലും അവിടെ ഹെലികോപ്റ്റർ ഉണ്ട്. ഇപ്പം എന്തായാലും മോട്ടിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് രാത്രിയാണ് വരെ വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. വണ്ടി പോട്ടങ്ങട്. ഓർറോ അത്? ഞാൻ ഒരു വഴിപോക്കൻ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും രാത്രിയാണ് ഒരു വെയിറ്റ് ചെയ്യാം. ഇവിടെ കിടന്ന് എൻ്റെ സ്വിഫ്റ്റ് കാറിൻ്റെ അതെന്തായാലും വേണ്ട, അതൊരു തുരുമ്പിച്ച കാറാണ്. എൻ്റെ ബ്രേക്കും എല്ലാം പോയിരിക്കുകയായിരുന്നു. എടുത്തവൻ്റെ കാര്യം അതോ കരുതി. ഗേസ്, എന്തായാലും നമുക്ക് റെസ്റ്റ് എടുക്കാം. രാത്രി കാണാം ഗേസ്. സോ ഗേസ്, അങ്ങനെ രാത്രി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ചെന്നിട്ട് ഇതെല്ലാം ഒന്ന് അടിച്ചു മാറ്റാം ഗേസ്. ലെറ്റ്സ് ഗോ. ബട്ട് ഗേസ്, വേറൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മളെങ്ങനെ മണ്ടേ കയറും? അത് നിങ്ങളാരും ചിന്തിച്ച് കാണില്ല. അതാണ് നമ്മളെങ്ങനെ അതിൻ്റെ മണ്ടേ കയറും. ചെയ്യുന്നില്ല. നമുക്കേ നമ്മുടെ കുഞ്ഞൻ്റെ കടയിൽ പോവാം. നമ്മൾ നേരത്തെ എല്ലാം സെറ്റപ്പാക്കി വച്ചിട്ടേ പോവും. നമ്മൾ കുഞ്ഞൻ്റെ ഫാക്ടറിയിലെത്തിയിട്ടുണ്ട്. നാക്ക് കഴിക്കാത്തതിൻ്റെ കുഴപ്പം നോക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുഞ്ഞനെ വിളിക്കാം. കുഞ്ഞാ. ഓക്കെ ഗൈസ്, നമ്മുടെ കുഞ്ഞൻ വന്നിട്ടുണ്ട്. എന്താണ് ചേട്ടാ വിളിച്ചേ? ഞാൻ പറഞ്ഞ സാധനം റെഡിയാക്കിയിട്ടുണ്ടോ? റെഡിയാക്കിയിട്ടുണ്ട്. അത് ഫാക്ടറിയുടെ സൈഡിൽ കിടപ്പുണ്ട്, പോയി എടുത്തോ. അപ്പോൾ ഗുഡ് നൈറ്റ്. ശരിയാടോ, ശരി. സോ ഗൈസ്, അവനങ്ങനെ പോയി. നമുക്ക് വേഗം ചെന്നിട്ടാണ് ഞാൻ ജെറ്റ് പാക്ക് എടുത്തുകൊണ്ട് പോകാം. നമ്മളൊക്കെ വെറും മണ്ടന്മാരെന്നാണ് പോലീസുകാരെ വിചാരം. ഓക്കെ, ജെറ്റ് പാക്ക് ആ സൈഡിലായിരിക്കും, അപ്പോൾ പോയി എടുക്കാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഇത് നോക്ക്, വലിയൊരു ജെറ്റ് പാക്ക് തന്നെ ഒരുക്കി വെച്ചു മണ്ടായി.
ആ പിന്നെ അവൻ ഇതെങ്കിലും ചെയ്ത് തന്നില്ല, അതിൻ്റെ വലിയ കാര്യം. ഓക്കെ, നമുക്കിനി നേരെ പോലീസ് സ്റ്റേഷനിൽ വച്ചുപിടിക്കാം. എന്നിട്ട് നമുക്ക് അവൻ്റെ ടെറസിൽ കൊണ്ടിടാം. എന്നിട്ട് രാവിലെ വരെ ടോമിൻ്റെ വീട്ടിൽ നിൽക്കാം. ഓക്കെ, ഹെലികോപ്റ്റർ പോയോ അതോ അവിടെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മളങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇറക്കാം, ആ ഹെലികോപ്റ്ററിൻ്റെ സൈഡിൽ ഇറക്കാം. എനിക്ക് അത് വേറെ വിഷയമാവും. പിന്നെ അത് കയറണമെങ്കിൽ ഓക്കെ, ഇവിടെ 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 പോലീസിൻ്റെ മുമ്പിൽ പോവല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം സെറ്റായി. ഓക്കെ, ഇനി ഹെലികോപ്റ്റർ എടുക്കണം, സ്ഥലം വിടണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഹെലികോപ്റ്റർ എടുത്തു സുഹൃത്തുക്കളെ. അപ്പോൾ ശരി എന്നാൽ ടാറ്റാ പോലീസുകാരോ. നമ്മളെ ഹെലികോപ്റ്റർ വന്നിട്ട് പോടാ, ഒന്ന് പോയടാ അവിടെ നിന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ മേലെ ഉണ്ട്, നമുക്ക് വാട്ടർ ലെവൽ വരില്ല ഗൈസ്. ഇനി നമുക്ക് നേരെ ടോമിൻ്റെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, ഇതോ ആ കാണുന്ന മഞ്ഞ വീടാണ് ടോമിൻ്റെ വീട്. ടോമ് വീട്ടിലുണ്ടോ അതോ പോയോ? എൻ്റെ ബൈക്കുണ്ടെങ്കിൽ വീട്ടിലുണ്ട്, ഇല്ല ബൈക്കില്ലെങ്കിൽ ഒന്നെങ്കിൽ ഓക്കെ ബൈക്കുണ്ട്. അപ്പോൾ നമുക്കിവിടെ പയ്യൻ ആൻറ്റിയാ. നമുക്കേ ഇവൻ്റെ ടെറസിൽ വേണ്ട, ഇവിടെ പാർക്ക് ചെയ്യാം. നാലാൾ കാണട്ടെ. ഓക്കെ, നമ്മളങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ വിളിക്കാം. ടോമേ. നല്ല വണ്ടി. എന്താടാ ഇതെന്തോന്ന്? ഇതാണ് ഹെലികോപ്റ്റർ, പോലീസ് ഹെലികോപ്റ്റർ. എൻ്റെ കാശ് തന്നിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. നീ പോക്കോ, ഇന്നാ നിൻ്റെ കാശ്. സോ ഗൈസ്, അവൻ നമുക്ക് കാശ് തന്ന്. അല്ല ഞാനിപ്പോൾ എങ്ങനെ പോവാ? ബാക്കിൽ ഷെഡിൻ്റെ അകത്തൊരു ഔഡി ഉണ്ട്. ഔഡിയാ? അതിനെ നിനക്ക് അല്ല സോറി, അത് സിനിമ കണ്ടപ്പോൾ ഔഡി സിനിമയെ അത് കണ്ടപ്പോൾ പോയതാ. അവിടെ ഒരു സ്പ്ലെൻഡർ ഉണ്ട്, അതെടുത്തുകൊണ്ട് പോക്കോ. ശരിയടാ, എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. സോ ഗൂയ്സ്, നമ്മളങ്ങനെ ഇത് സ്പ്ലെൻഡറല്ലേ, ഇത് സൈക്കിളല്ലേ? സൈക്കിളും കൊണ്ട് സ്ഥലം വിടാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇനി വീട് വരെ ചവിട്ടി പോവാം. പൈസ കിട്ടി. ഇനി നാളെ രാവിലെ നമുക്ക് പോയിട്ട് ഒരു വണ്ടി പഠിക്കാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മളെ വീട്ടിലെത്താറായി. സോ ഗൈസ്, നമ്മൾ ഇങ്ങനെ നേരം വെളുത്ത് ആ സൈക്കിൾ അവിടെ ഇരിക്കട്ടെ ഗൈസ്. മറ്റേ ഷിൻചാൻ വരുമ്പോൾ ഷിൻചാനും കൊടുക്കാം, അതും നല്ലൊരു കാര്യമാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൂയിസ്. ഓക്കെ ഒരു ഡിഫൻഡർ വരുന്നുണ്ട്. ഡിഫൻഡറൊക്കെ ഓട്ടിച്ച കാലം മറന്നു ഗൂയിസ്. ഡിഫൻഡർ അല്ല, നിൽക്ക്. ഓക്കെ നിൽക്കടോ. ഓക്കെ, ഈ ഡിഫൻഡർ ഞാൻ ഇങ്ങ് എടുക്കുവാണേ. ശരി എന്നാൽ. സോ ഗൈസ്, നമ്മളങ്ങനെ ഒരു പുതിയ കാർ എടുത്തു. അപ്പം ഇതേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, ഷിൻചാൻ വരുമ്പം ഒരു ബിഗ് സർപ്രൈസ് ആയിരിക്കും ഗൈസ്. അതായത് ഔഡിയാണ് ഗൈസ് നമ്മളെടുത്തത്. ഔഡിയുടെ ഇതൊക്കെ ഇവിടെ ഫേമസ് ആണ്. പിന്നെ അവിടെ BMW ഉണ്ടായിരുന്നു, പക്ഷെ അത് 2 കോടിയാണ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ വണ്ടി എടുത്തത്. കീടിലെ ലുക്ക്, അത് നമ്മുടെ ഭാഷയിൽ ഗൈസ്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിലും ഈ വണ്ടി ആയിരിക്കും ഗൈസ് തരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.